இதுல சர்ப்ரைசிங் விஷயம் என்னன்னா, இதுல நெறைய சீன்ஸ் வந்து நம்ம ஆளுங்க நெறைய காப்பி வச்சிருக்காய்ங்க. நம்ம குருவியில கொஞ்சம் இத பார்த்தா குருவியில கொஞ்சம் வச்சிருக்காங்கன்னு ஆமா. நெனைக்கிறேன். குருவி சிட்டக்குருவி. வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. ஓகே கைஸ், எல்லாரும் பார்ட் 1, பார்ட் 2, பார்ட் 3 பார்த்திருப்பீங்கன்னு நெனைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் குடுத்துருக்கேன். போய் பாருங்க. நம்ம கிளைமாக்ஸ் வந்துட்டோம். பார்ட் 4 க்குள்ள போறோம். பார்ட் 4 முடிச்சிடலாம். போயிடலாமா அக்கா? போயிடலாம். இவர் யாரா அவரு? ஒரு சாய. Waiter, one towel please. Yes ma'am. போச்சு, சம்பவம் இருக்கு. Tea sir. போச்சு. ஓ, கெட்டப் மாத்துறாரு. இந்த ரூம்ல மணிச்சேட்டா இருக்காரு. ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ ഒരു ചായ പറഞ്ഞിരുന്നു സാർ. വൈഫ് ആയിരിക്കും. അവിടെ ആന്റിയുടെ റൂം വരെ പോയിരിക്കുക. ഓഹോ, പൊയ്ക്കോട്ടെ. എങ്കിൽ ഈ ചായ സാറ് കഴിക്കണം. എനിക്കിപ്പോ വേണ്ട. നല്ല ചായയാണ് സാർ. കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ സാർ ഈ ചായ തന്നെ ഓർഡർ ചെയ്യും. ഓഹോ, ഞാൻ നോക്കട്ടെ. താങ്ക് യു. ചുമ്മാ ഒറ്റ വലിക്ക് കേട്ടണം. കുറച്ച് ചുവയുണ്ടാവും, പക്ഷെ വയറിന് നല്ലതാ. எனக்கு இவ்வளவு எல்லாம் கன்வின்ஸ் பண்ண வேணாம். டீன் கொடுத்தாலே குடிச்சிருவேன். എന്ത് ചായയുടെ போச்சு. இப்ப ரெண்டு பேரும் வாங்கி போறாங்க. ஜேம்ஸ் பாண்ட் மியூசிக்க போட்டு பாவம், இவர் என்ன கொலகாரர் இவரு. ബോധം കിടന്നതിന് മുമ്പ് മുറി ചെല്ലണം. ഇത് വെളിപ്രദേശം. இப்ப ராங்கான ரூம்குள்ள போக போறாரு நினைக்கிறேன். ரொம்ப கேவலமான கில்லரா இருக்காரு. അയ്യോ, ഇത് മാഷേ. അയ്യോ. இவரதான கொல்ல வந்தார் ஆக்சுவலி. വെറുതെ കിട്ടപ്പോ കോരി മോന്തിയല്ലേ. ആട്ടെ, ഏതാ റൂം എവിടെ? அவரு 353 டா. இப்ப 353 ல யார் இருக்கா? அதான் நானும் கேட்க வந்தேன். 333 யார் இருக்கா? ஐயோ, இது அவரு தான் போன. ஆமா, இவர் அவரு. ரைட். സാറെന്താ ഇവിടെ? ഞാനൊരു ഫാമിലി മാരേജ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. എന്താ മിസ്റ്റർ ലംബോദരൻ ഇവിടെ? ഓ, ഡിഐസി. ആളിങ്ങോട്ടൊരു കല്യാണം കൂടാൻ പുറപ്പെട്ടെന്ന് കേട്ടു. ആര് പറഞ്ഞു അവൻ എത്തിയിട്ടില്ലാന്ന്? അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ஓ, மாட்டிட்டாரு. മാപ്പിളയുടെ அப்பா. പക്ഷെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവനെ എന്റെ മുമ്പിലിട്ടൊന്ന് പെരുമാറണം. அவர்தான் வந்து 50,000 லேடிக்கு கொடுக்க சொல்லி கொடுக்கலன்னு சொன்னார்ல. നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ചു തോന്നുന്നു. ചെറുക്കിന് കൊടുക്കാനുള്ള കാറിന്റെ കീ പള്ളിയിൽ കെട്ട് കഴിഞ്ഞാൽ ഉടനെ കൊടുക്കും. രണ്ടു ഒരു fake group ആ? ആ ടോമംഗളന്റെ ഭാര്യക്ക് പിന്നെ അങ്ങേരെ എന്റെ ചേട്ടത് അടിച്ചപ്പോ ഒരു 5 മാതച്ചിന്റെ റൂം നമ്പർ എത്രയാ? 117. 117. ദേ, ഒന്നിങ്ങ വന്നേ. വാൺ பண்ண പോறான். കാശ് കൊടുക്കാൻ വരട്ടെ. ഇതിന്റെ പേരിൽ എന്തൊക്കെയോ കുറെ കേസുകൾ ഉണ്ടെന്നോ അറസ്റ്റ് ചെയ്യാൻ എസ് റൂമിലേക്ക് പോയിട്ടുണ്ടെന്നോ ഒക്കെ പറയുന്നു. സത്യം അറിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. അതെ, ഞാൻ എന്നാ ആ മാത്തച്ഛൻ മുകളിലോട്ട് പൊക്കോ, ഞാനിത് കൊടുത്തയച്ചേക്കാം. അതെന്താ അങ്ങനെ? അതെ, ബാക്കി പണം അതിനകത്താ. അവള് വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് തന്നേക്കാം. ഞാൻ മുറി തന്നെ ഉണ്ടാവും. അയ്യോ, മുറി തന്നെ ഉണ്ടാവണം. ഞാൻ ഇപ്പൊ വരും. ഓ ഈശോയേ, மாட்டிக்கிட்டான்னு நினைச்சிட்டு கண்டுபிடிச்சிட்டாரு இப்போ. എവിടെ അവൻ? ആര്? നിന്റെ കെട്ടിയവൻ ആളിവിടെ ഇല്ല. ஐயோ, അവൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ஓ, கபோர்டுக்குள்ள இப்பதான் காப்பாத்த போறாங்க. ഞാൻ നോക്കട്ടെ. மணிச்சேட்டா கோதமங்கலம். கோதமங்கலம். എങ്ങോട്ട് പോയവൻ? എന്താ സാർ പ്രശ്നം? കള്ളച്ചക്ക് കൊടുത്തിട്ട് മുങ്ങി നടക്കുവൻ. പാട്ടി. ദേ, അയാൾ അങ്ങോട്ട് ഓടി. அவங்க அப்பா வேலை இவங்கள மாட்டிடுறாங்க. அப்துல்லாவா? இவர் மாத்தி நினைச்சிட்டாங்களா அந்த அப்துல்லா? கண்டுபிடிச்சிட்டாங்க. மணி போல. மணியை போல இருக்கிறது. ஏய், இவர் தானே மூஞ்சி மேல வச்சுட்டு வந்தாரு. ஐயோ. who is that? ഞാൻ പോലീസാടാ. മര്യാദക്ക് തുറക്കുന്നവനക്ക് നല്ലത്. கில்லர். கில்லர் டீம் போட்டாங்க. ஐயோ, இவர் மறுபடியும் ஒரு மூஞ்சி வச்சு போறாரு. இதுக்கு தேவையில்லாத வேலை. அதானே. இப்பதான் ஃபர்ஸ்ட் டைம் கரெக்டா வச்சிருக்காரு. அடுத்த 3வது ஆள்டா பெட்டு கீழே. ஆமா, பாடி மேல பாடியா விழுந்துட்டு இருக்கு. ஐயோ, ஓ ஷிட். அநேகமா இது வேற மாதிரி சீனா போகுது. இவர் மேலே வச்சுக்கிறாரு எப்ப பார்த்தாலும். இதே போகுது.
പോച്ച്. അയ്യോ. കർത്താവേ, എന്റെ വായിന്ന് വല്ലതും വീണ് പോയിരുന്നെങ്കിൽ ആകെ നാണക്കേടായ. എന്നോട് ടോമും പോലീസ് നാത്തച്ഛനും തപ്പിയത്. ഓ, ദ്രോഹിക്കാനായിട്ട് പശുവിനും. അയാളെ കൊണ്ടാണ് ദൈവമേ എന്റെ മോനെ തലയിൽ പൊളിച്ചത്. ഇങ്ങോട്ട് നിൽക്കുക. പോയി ആ പെട്ടിക്കെടുത്ത് കാശ് ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. അടുത്ത ആരുപ്പാ? ഇവിടെ ഇല്ല, പുറത്ത് ഇവത്തുകിനോടി പോറാ. മുഴുവനുണ്ട്. അത്തച്ഛൻ വരുമ്പോൾ ആ, പറഞ്ഞേക്കാം. ശരി. ஐயோ இந்த நூத்துக்கு நம்பர் எவ்வளவு மாத்தி வாங்க? கொடுத்தது ஆரம்பத்துல இருந்து കാശ് മുഴുവൻ എന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ரைட்டு. ഈ കല്യാണം നടന്നില്ലെങ്കിൽ നിന്റെ അപ്പൻ ജയിലിലാവും. പോലീസ് ഇവിടെ കറങ്ങി നടക്ക. അവൾ ഇവിടെ വന്നു മുതൽ ഇവൻ ഇവിടെ ഇരുന്ന് പിടയ്ക്ക. അവള് 104 നീ ഒരു കാര്യം ചെയ്യും, അവിടെ ചെന്ന് അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയേ. 104 104 அந்த லேடி இருக்காங்கப்பா. Oh my god. போச்சு, இவர் மாத்தி நினைச்சுக்க போறாரு. Oh my god. ஐயோ, ഞാനാ ഫെലിക്സ്. എനിക്കൊന്ന് കാണണം. ആരായാലും കുറച്ച് കഴിഞ്ഞു വരൂ, ഞാൻ കുളിക്കാൻ കയറി. ഇനി വരാൻ സമയം കിട്ടിയെന്ന് വരില്ല. എനിക്ക് പറയാനുള്ളത് കേട്ടാ മതി. നിന്നെ കണ്ട ദിവസം മുതല് ഞാൻ ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല. നിന്നെ ഇപ്പോഴും എനിക്കിഷ്ടാ. போச்சு. പക്ഷെ എനിക്കിപ്പോ ഈ കല്യാണം കഴിച്ചേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് ഞാൻ അറിഞ്ഞില്ല. എടോ തെണ്ടി തന്നേ, താനും കൂടെ കേട്ടോ തന്റെ മോന്റെ ലീലാവിലാസം. ഈ മുറി ലീലാവിലാസം. താമസിക്കുന്ന കണ്ടില്ലേല് തന്റെ മോൻ ഉറക്കം വരില്ലാന്ന്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ. എന്ത് സത്യം? എല്ലാം ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല, ഇത് മറ്റേതാ. ഓഹോ, അപ്പൊ താനും കൂടെ അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ കേസ് കെട്ടുമായിട്ടുള്ള ഇവന്റെ ഇടപാടുകളൊക്കെ. എന്താ ഇവിടെ നടന്നത് എന്തൊക്കെയാണെന്ന് തനിക്ക് മനസ്സിലായി. അച്ചായ കാര്യം അറിയാതെ വെറുതെ കിടന്ന് തുള്ളരുത്. ഇവള് അച്ചായൻ പറയുന്ന പോലെ അത്ര മോശക്കാരിയൊന്നുമല്ല. ഇവള് വലിയ കുടുംബത്തിലുള്ളതാ. ഇവളുടെ അച്ഛൻ വലിയ മറ്റതാ. ഇവിടെ തന്ത ഊത്തുവാണെന്ന്. അങ്ങനെ അങ്ങനെ നീളത്തിൽ ഓട്ടിട്ടിട്ട് ഹാർമോണിയത്തിൽ ഓട്ടില്ല. நாலு சொரத்துல தபலா. കുന്തല്ലാണ്ടായെന്ന്. ഇനി ഇപ്പൊ നീ അവളെ അറിയില്ല എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. എല്ലാം പുറത്തായില്ലേ. കുറച്ച് കാശ് കൊടുത്ത് പറഞ്ഞയക്ക്. വൃത്തികേട് പറയരുത്. താൻ ഈ മുറിയുടെ വാതൊക്കെ മുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ താൻ എന്താ എന്നോട് പറഞ്ഞത്? തന്റെ കുമ്മടത്തിയില്ല അമ്പുമ്മ. ഞാൻ അന്നേ പറഞ്ഞില്ലേ അന്ന് എല്ലാരും കൂടെ എന്നെ കുറിച്ച് കയറ്റി. മിണി കിട്ടും, മിണി அட கொடுமை. എല്ലാത്തിന്റെയും നാക്കിയാ പിടിച്ചെടുക്കും. ഇതെല്ലാം എന്റെ കുറ്റം തന്നെയാ. എന്ത് പറഞ്ഞാലും ശരി, ഈ കല്യാണം ഞാൻ നടത്തുകയില്ല. നിന്റെയൊക്കെ കണ്ടിടാ, കണ്ടു. ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാലും തോക്കുണ്ടോ എന്റെ കയ്യില്? നിന്റെ കൈ കോപ്പുണ്ട്, എനിക്ക് പുല്ലാണ്. ഇളന്തോളി അച്ഛൻ വരട്ടെ, എന്നിട്ടെല്ലാം തീരുമാനിക്കാം. താനിങ്ങോട്ട് വന്നു. പൊന്നും പണമൊക്കെ കൊടുത്തതല്ലേ. അച്ഛന്റെ മധ്യസ്ഥത വേണം എല്ലാം തിരിച്ചു വാങ്ങിച്ച് പിരിയാൻ. തൽക്കാലം താൻ മുറിലോട്ട് പോകും. ചെല എല്ലാം സമാധാനം. നിന്നെ കൊല്ലു. போடா பட்டி. ഡാഡി ഞാൻ പറയുന്നത് കേക്ക്. എന്നാ പോ. ഏയ് താനിങ്ങോട് വന്നേ, ഒരു കാര്യം പറയട്ടെ. വാ. என்ன மாதிரி எண்டிங் இருக்குன்னு நினைக்கிறேன். அவங்க ரெண்டு மேரேஜ் பண்ணிப்பாங்களா இல்ல திலீப் ஏட்டனை மேரேஜ் பண்ணிப்பாளா? ദിലീപ്. ஏன்னா அவங்க எனக்கு சேம் ஸ்டோரி. അതുകൊണ്ടാ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തീർന്നത്. താനുള്ള ആരാ? ബന്ധുക്കളാന്ന് കൂട്ടിയാ മതി, ഒരേ കുടുംബത്തിൽ തന്നെയാ. അതുകൊണ്ടല്ലേ ഈ കാര്യം സംസാരിക്കാനായിട്ട് ഞാൻ തന്നെ വന്നത്. കുടുംബത്തിലൊരു കുട്ടിക്ക് ഗതികേട് വന്നാ കൈവിടാൻ പറ്റില്ലല്ലോ. ഞങ്ങളും ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നൊക്കെ ശരിയാ. പക്ഷെ അവളും പറഞ്ഞിരുന്നു അച്ഛൻ സമ്മതിക്കും കല്യാണം നടത്തരുന്നൊക്കെ. അവസാനം കൈയും വീശി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കെട്ടിക്കോന്ന് പറഞ്ഞാ കെട്ടിയിട്ട് ഞാൻ അവളും കൂടി വഴി ഇറങ്ങി തണ്ടോ? അത്രയും കിട്ടി സമ്മതിക്കോ? എവിടെ നിന്ന് കിട്ടാൻ? 30 ലക്ഷം അല്ലേ? ഞാൻ തരാം. എവിടുന്ന്? കുറച്ച് കാശിന്റെ പേരില് ആ കുട്ടി കഷ്ടപ്പെടുന്ന കാണാൻ ആ വീട്ടുകാരെ ആഗ്രഹിക്കും തോന്നണില്ല. ആ കാശ് വാങ്ങിച്ചു തരാം. அவ கேட்டுட்டு இருப்பான்னு நினைக்கிறேன் அதெல்லாம். ഞാൻ അപ്പുറം സമ്മതിപ്പിക്കാം. താൻ വീണയായിട്ട് കണ്ട് പരിഭവങ്ങളൊക്കെ പറഞ്ഞേർക്ക്. കല്യാണത്തിന് മുമ്പ് കാശ് തരുന്ന കാര്യം ഞാൻ ഏറ്റു. നമ്മൾ തമ്മിൽ സംസാരിച്ചു എന്ന് അവൾ അറിയണ്ട. നാളെ തന്നെ അവളൊന്ന് കാണും. കഴിഞ്ഞതൊക്കെ മറന്ന് നിങ്ങൾ ഒരുമിക്കണം. എനിക്കിപ്പോഴും അവളെ ഇഷ്ടമൊക്കെ തന്നെ. കാശിന്റെ കാര്യം ശരിയായ പിന്നൊന്നും ആലോചിക്കില്ല. പക്ഷെ കയ്യിലെ കാശ് തീരുന്നതിനൊപ്പം തന്റെ ഇഷ്ടം തീരരുത്. അങ്ങനെ എന്തെങ്കിലും വന്നാ അവളെ കഷ്ടപ്പെടുത്തരുത്. എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ വന്നെടുത്തോണ്ട് പൊക്കോളാം. ഞാൻ പറഞ്ഞില്ലേ, ഈശ്വരൻ എന്റെ കൂടെ. எனக்கு தெரிஞ்சு இவன் நடிக்கிற அவ கேட்டிருப்பான்னு நினைக்கிறேன். അപ്പോ താൻ പോവല്ലേ? വേണ്ടേ? വേണം. അതിനു വേണ്ടിയല്ലേ ഞാൻ ഫിലിക്സിനെ കണ്ടതും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതൊക്കെ. അയാളെ പെട്ടുപോയതാ. താനും ഫിലിക്സും കണ്ടുമുട്ടി തീരുമാനങ്ങൾ എടുക്കുന്നതോടെ നമ്മൾ തമ്മിലുള്ള കരാറുകൾ കഴിഞ്ഞു. ആ മാല മുറിയിലുണ്ട്. ഞാൻ ആ ഫ്രെഡിയോട് സംസാരിച്ചു. ഇവിടെ താമസിക്കുന്ന കോന്തൻ അബ്ദുള്ളയുടെ കയ്യിൽ മാല കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് താൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. പോലീസും പട്ടാളൊക്കെ കറങ്ങി നടക്കുന്നോണ്ട് എനിക്ക് പകരം താൻ ആ മാലയും കൊണ്ടൊന്ന് പോണം. എവിടെ? ഗ്രീൻ പാർക്കിലെ പിച്ചക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ ഒരു ബെഞ്ചിലെ
തുറന്നു പിടിച്ച ദ ഹിന്ദു പത്രാട്ടുകളിൽ ഇരിപ്പുണ്ടാവും. അയാളുടെ അടുത്ത് പോയിരുന്നിട്ട് അയ്യോ. സമയം എത്രയും മറുപടിയും ചോദിക്കും. അപ്പൊ അയാൾ പറയും ഇന്നലത്തെ സമയമായിരുന്നു. എന്നാൽ ആ മാല തരാൻ അയാൾ മാല കൊടുക്കുമ്പോ ഒരു 35 ലക്ഷം രൂപ തരും. ഞെട്ടേണ്ട പൈസയുടെ കാര്യം കേട്ട് അതിങ്ങോട്ട് വാങ്ങിട്ട് വന്നാ മതി. താനാവുമാർക്ക് സംശയം ഉണ്ടാവില്ല. ഇത്രേ ഉള്ളൂ. ആ. ഇയാൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. അത്രയ്ക്ക് കടപ്പാടും നന്ദിയുണ്ട് എനിക്ക്. എന്തിന്? ടിക്കറ്റ് എടുത്ത് തന്നതിന്, വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതിന്, 1450 രൂപ. ഇതിന് മരിക്കാൻ സമ്മതിക്കാത്തതിന്. അങ്ങനെ 1000 നന്ദി തന്നോട് എനിക്ക് പറയാനുണ്ട്. സത്യം இன்னும் പറഞ്ഞാ பாரு என்ன சொல்ல வேண்டியது இருக்கு வெயிட் பண்ணுங்க. തന്നെ പിരിയാൻ വിഷമമുണ്ട്. എനിക്കുണ്ടോ വിഷമമൊക്കെ. പക്ഷേ പിരിഞ്ഞല്ലേ തീരൂ. വഴിയിൽ വെച്ച് ഒരു മഴയത്ത് എന്റെ കൊടക്കീഴിലേക്ക് ഓടിക്കയറിയ ഒരാളാ താൻ. മഴ തീർന്നപ്പോ ഓക്കെ ബൈ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ ഒറ്റ പോക്ക അല്ലേടോ? കൊള്ളാലോ ഉപമ. കവിതയോ സാഹിത്യോ? ഹേയ് പണ്ടാരോ പാടിക്കേട്ടൊരു പാട്ടാ തന്റെ വർത്തമാനം കേട്ട് പുറത്തുപോയി. എങ്ങനെ കേക്കട്ടെ. എട്ടും പൊട്ടും തിരിയാതെ ഇറങ്ങി തിരിച്ചതാ. ഫെലിക്സിന്റെ മനസ്സിൽ ഞാനുണ്ട് എന്നുള്ള ഒറ്റ വിശ്വാസമായിരുന്നു എനിക്ക്. എന്നാ പിന്നെ ഇപ്പൊ തരാന്ന് പറഞ്ഞ കാശ് അപ്പോഴേ തന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ചൊല്ലിവിട്ടാ പൈറ്റിക്കാരൻ. കാശോ? அதான். ഏത് കാശ്? വീണയുടെ കസിനാ ഗോപി. അയാള് പറഞ്ഞല്ലോ കല്യാണത്തിന് മുമ്പ് കാശ് തരാന്ന്. കോച്ച്. നമ്മുടെ കല്യാണം നടത്താൻ വേണ്ടി ഗോപി കാശ് തരാന്ന് പറഞ്ഞോ? ആ എന്നെ പറ്റിക്കോ? എന്നാ പപ്പ ഉടങ്ങും കേട്ടോ. എത്രയാ കരാറ്? 30 ലക്ഷം. നാളെ ഞാൻ പപ്പയെ വിളിച്ചോണ്ട് പള്ളിയിലേക്ക് വരാം. അതങ്ങ് പപ്പയുടെ കൊടുത്താ അപ്പൊ നമ്മുടെ കല്യാണം. ഓക്കെ? എന്താ? அப்படி ஒரு கல்யாணமே தேவையில்ல போடா. அதான் போலீஸா இருக்க போது. ப்ராபப்ளி. സമയത്രേ? ഇന്നലത്തെ സമയമായി. ஆமா. ഇന്നത്തെ സമയം. அந்த போலீஸ் இல்ல. മാലയുങ്ങതാ. இது யாரு? இது இந்த போலீஸ் இல்ல. ஓ போலீஸ் தான். നോ. Get her. நான் அப்பவே நினைச்சேன். Give it to me. നോ. ഞാൻ ഇപ്പോ ഇത് ഡാമിലേക്ക് എറിയും. No, don't do it. Hey, no. എന്റെ അടുത്തേക്ക് വന്നാ ഞാൻ എറിയും. അബദ്ധം കാട്ടരുത് കുട്ടി. பத்தம். നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലല്ലേ ഗോപി ഇത് മോഷ്ടിച്ചാൻ തെളിയിക്കാൻ പറ്റൂ. அவன் தான் இந்த நெக்லஸ திருடினான் ப்ரூவ் பண்றதுக்கு இது எனக்கு அவசியம் இல்ல. ஒரிஜினலா உங்ககிட்ட இந்த நெக்லஸ வாங்க வேண்டிய ஃப்ரெடி இப்ப ஏன் கஸ்டடியில இருக்கான். ஃப்ரெடியோட ஒரே ஒரு வாக்கு போறோம் கோபிய ஜெயில போட. அது இன்னொரு நாட்டை சேர்ந்த ப்ராப்பர்ட்டி. நீ அதை என்கிட்ட கொடுக்கலன்னா രാജദ്രോഹ കുറ്റத்துக்கு അവൻ ജീവിതം പൂരാ ജയിലിൽ இருக்க വേണ്ടി വരും. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് സാറിന് ഒന്ന് കണ്ണടച്ചൂടെ? അയാളുടെ ജീവിതം രക്ഷപ്പെടും. സാറിനും ഇല്ലേ സാർ അയാളുടെ ഒരു കടപ്പാട്? ഒന്നുമില്ലെങ്കിലും ഇവൾക്ക് എവിടെ தெரியும்? സാറിന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ. സ്പെയിനിലെ രാജകുമാരിക്ക് എന്തിനാ സാർ ഈ ഒരു മാല? രാജാവും രാജകുമാരിയൊക്കെ ഒത്തിരി കാണാറില്ലേ? ഇത് വിറ്റാ കിട്ടുന്ന പണം കൊണ്ട് ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടും. ദയവ് കാണിക്കണം. அதானே. சரி அதை என்கிட்ட கொடு. அவன் மேல கேஸ் போட மாட்டேன். நல்ல டீல். വെറുതെ വിടോ? തീർച്ചയാണോ? நீ உழுந்துராதம்மா. സാർ എങ്കിൽ എനിക്ക് ഒരു സഹായം കൂടി ചെയ്യോ? എന്ത് സഹായം? ഞാൻ ഈ മാല വിറ്റ കാശും കൊണ്ട് ചെല്ലുന്നതും കാത്തിരിക്കുക പാവം. ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് പണമില്ലാതെ കയ്യും വീശി ചെന്ന തകർന്നു പോവാ പാവം. എന്റെ കയ്യിലൊരു ഡ്രാഫ്റ്റ് ഉണ്ട്. ഞാനത് മാറി ഈ മാല വിറ്റ് കിട്ടിയ കാശാണെന്ന് പറഞ്ഞ് ഗോപിക്ക് കൊടുത്തോളാം. പക്ഷെ അതെന്റെ അക്കൗണ്ടിലൂടെ മാറാൻ പറ്റൂ. ஏய் அது எம்டியா இருக்குடா. அந்த டேம்ல போடுறேன் நான் பண்ணலாம். സാറിനായിട്ട് ഒന്ന് പരിചയപ്പെടുത്തോ? എത്ര രൂപയുടെ ഡ്രാഫ്റ്റ്? 30 ലക്ഷം. കുട്ടിക്ക് എവിടെന്നാ ഇത്രയും പണം? എന്റെ ഒരു ആവശ്യത്തിന് അച്ഛൻ തന്നതാ. എനിക്കിനി ആവശ്യങ്ങളൊന്നുമില്ല. മനസ്സ് മാറിയിട്ടാ. 30 ലക്ഷം ഒരു കള്ളനുക്കാ? അയാള് കള്ളനൊന്നുമല്ല. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലവനാ. വലിയൊരു മനസ്സുള്ളവനാ. ഇല്ല, കല്യാണം കളവാണോ ഒന്നുമില്ല. ഇപ്പൊ തന്നെ എല്ലാ അറിവും വെക്കേറ്റ് ചെയ്തേക്ക്. ഉച്ച കഴിഞ്ഞ് ആരെങ്കിലും താമസിച്ചാൽ ഒരു ചില്ലി കാശ് ഞാൻ തരികയില്ല. തന്തപ്പടി ഈ പരിസരത്ത് കറങ്ങി നടക്കണ്ട്. നോക്കി നിൽക്കാണ്ട് ചെല്ല്. സോറി. അവന് മുതലാളിയുടെ മോളും. போச்சு. ஓ ஏன் போக மாட்டேங்குது? அவரு ஹைட் போல இருக்கு. பின்னாடி பின்னாடி யாரோ പോലീസ്. സത്യം പറയണം. എന്തിനാണ് കൊല്ലാൻ നോക്കിയത്? നിന്നെ കൊല്ലാനോ? അതെന്റെ പോളിസിയെ ഞാൻ പറയും. എന്റെ പോളിസി ഞാൻ പോളിസി അവളെ എപ്പോ ചൊല്ലിടുവാ. ഞാൻ പറയില്ല. പോച്ച്. നീ കൊല്ലാൻ പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ ഈ ഫോട്ടോ ഇവന്റെ കയ്യിൽ വരുന്നത്? ഒരു ഫോട്ടോയിൽ എന്ത് കാര്യം? എന്റെ വീട്ടിൽ യേശുസിന്റെ ഫോട്ടോ ഉണ്ട് എന്ന് വിചാരിച്ച് യേശുസിനെ കൊല്ലാൽപ്പിച്ച ഞാനാ. ഇതിലെന്ത് ന്യായം? ഇയാള് കാശും തന്നു, എന്നിട്ട് ഇയാള് പറഞ്ഞു ബാക്കി കാശും തരാമെന്ന്. അതൊക്കെ കൊണ്ടുതരാൻ പറഞ്ഞത് ഇയാളല്ല, ഞാനാ. ഇപ്പൊ മനസ്സിലായില്ലേ ഇവനാണ് കൊല്ലാൻ ഏൽപ്പിച്ചത്, ഞാനല്ലാന്ന്. മാല വേണമെന്ന് പറഞ്ഞത് കാശ് കൊടുത്തത് ഞാനാ. പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. പോച്ച് അബ്ദുള്ള പിന്നാടി. കണ്ണടേ ഗോപ്പു ഇല്ലായിരുന്നോണ്ട് കാശ് തന്നവന്റെ മൂഞ്ചി ഞാൻ ശരിക്കും കണ്ടില്ല.
എന്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. ഏത് കാശി എന്ത് കാശി എവിടെ വെച്ച് എപ്പോ തന്നു? എടാ നിന്റെ കെട്ടിയോൾക്ക് ഞാൻ കെട്ടിക്കൊണ്ട് കൊടുത്തതാ. നീ നിന്റെ കെട്ടിയോളോട് ചോദിച്ചു നോക്കി എന്റെ കയ്യിൽ കാശ് മേടിച്ചിട്ടുണ്ടോ എന്ന്. ഓഹോ, അവൾ ഇയാളോട് കാശ് മേടിച്ചോ? ഇയാളെ പലരോടും കാശ് മേടിച്ചിട്ടുണ്ട്. എന്നോട് വരെ കയ്യും കണ്ണും കാട്ടി കാശ് മേടിച്ചിട്ടുണ്ട്. ഇതിന് ഇതുവരെ കണ്ടിട്ടില്ല. ഇത് എവിടുന്നാ? എന്റെ കർത്താവേ, അത് പെണ്ണും പിള്ളേ വിളിച്ചോണ്ട് പോടാ. എല്ലാം ഞാൻ തെളിയിച്ച് തരാടാ. പെണ്ണ് പിടിയാ. ഞാൻ ആരെ വേണമെങ്കിലും വിളിച്ചോണ്ട് വരാം. ഇവനെ വിടരുത്. ഇവനെ മാത്രമല്ല ഒരാളെ വിടരുത്. എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് അവന്റെ ബന്ധുക്കളുടെ മുമ്പിൽ കൂടെ വലിച്ചെഴുത്തി ചവിട്ടി തൊഴിച്ചു കൊണ്ടുപോകണം. സാർ, അതിനെ അയാളാണ് കൊല്ലാൻ ഏൽപ്പിച്ചെന്നുള്ള മതിയായ തെളിവുകളൊന്നും ഇല്ലല്ലോ. താനോട് അന്വേഷിച്ചു വന്ന KT മാത്യു ഇല്ലേ? ഇവെല്ലാരും മാറ്റി പിടിച്ചിരിക്കുന്നതാണ്. ഞാൻ അവനെ വിടുന്ന ഇനി പൊണ്ണെ കിട്ടാപ്പെട്ടാണെങ്കിൽ കസ്റ്റഡിയിലുണ്ട്. ഞാൻ മച്ചമ്പിയാ. എதுக்கு? അടുത്തൊരു ഗോഡൌണിലുണ്ട്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ഇടതോട് തിരിഞ്ഞാ മതി. ഒറ്റ വഴിയാ. ഗോഡൌണിലാ? ஓ இவனுங்க அந்த அவரோட பொண்ணு நினைச்சுக்கிட்டாங்க, மாலான்னு நினைச்சுக்கிட்டானுங்க. ഏത് മാല? ആരുടെ മാല? மணிச்சேட்டா கூட വന്നതിനാல കൂടെ കുഴിച്ചിട്ട് മര്യാദയ്ക്ക് മാല എന്നില്ലെങ്കിൽ നിന്നെയും കുഴിച്ചോട് ഞാൻ. ஓ அப்துல்லா வந்து காசு கொடுத்துட்டு போனால அட்வான்ஸ். നിന്നെ ഞാൻ കൊല്ലും. എന്നാ പിന്നെ എന്നെ കൊല്ലുന്നതിന് വരും ஆமா. പോയി അയാളെ കൊന്നിട്ട് നീ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടാ. அப்பா அப்துல்லா செம ஃபிட். ആലയല്ലേ വേണ്ട. ഇതെന്റെ അമ്മയുടെ കാശ. ടീ ഓടിക്ക് സെന്റിമെന്റ്സ് ഞാൻ ചവിട്ടി പൊളിക്കും ഞാൻ. ചവിട്ടി പൊളിക്കും ഞാൻ. ഇവങ്ങടാ കൂടി ഓടിക്കുക. കർത്താവേ, അതും ആ മാത്തച്ഛന്റെ ആള് തന്നെയായിരിക്കും. ஐயோ, இந்த கார்ல யார் இருந்தா? എന്റെ കാശും കൊണ്ടാണ് ഓള് പോയത്. ഒന്ന് വിട്, ഞാൻ പാതി പറ്റിക്കരുത്. எப்பா என்ன காம்பினேஷன்டா சாமி. ബാക്കി കാര്യങ്ങളൊക്കെ നാളെ ശരിയാവും. കള്ളപ്പന്നി അയ്യോ, ഞാൻ ഇയാളെ இப்பதான் புரிஞ்சிருக்கு. അയാളുടെ കൂടെ സ്കൂൾ വിട്ട പോലെ ആൾക്കാരുണ്ട്. ഓടിക്കോട്ടോ. ஐயோ, எல்லாரும் காரு சேசிங்கடா. பொது கார் சேஸா? பயங்கரம். இல்லடா. அப்படி இவரை பிடிச்சிருக்காங்கடா. ആ അമ്പലത്തിൽ പോണേരിക്കും. அப்துல்லா மேலே ஏறிட்டாமா. அப்துல்லா மாலை பாத்துக்காரா அவரு. വഴി തെറ്റിയെന്നല്ല നീ പറയുമ്പോ വഴി പിഴച്ചു. எல்லாரும் அதுக்கு என்ன ஸ்பாட் போறாங்க? அப்பாடா. ஐயோ, எல்லாரும் ஏன்டா அங்க போறீங்க? ஐயோ, தலையே வலிக்குது. இவர் துப்பாக்கி எடுத்துட்டு மேல அந்த இதுவே முன்னாடி வந்துருச்சு. அப்துல்லா அப்படி. அப்பா ഒരാള് മനങ്ങരുത്. പള്ളി പെരുന്നാൾക്ക് വെക്കണ കളിത്തോക്കല്ല ഇത്. ஐயோ, என்னடா இப்படி ஓடிட்டு இருக்கீங்க? போச்சு. ஐயோ, சீ. என்னப்பா நடக்குதுங்க? யாரு மறுபடியும் வரும்போது அது எனக்கு வலிக்குதுப்பா. കാശും തന്ന് കല്യാണം നടത്താതെ அவன் விட போறான்டா அத. ஆமா ரைட்டு போச்சு. தலைவலி இதுப்பா. ஐயோ, இது கண்டு. ஐயோ, எல்லாரும் மாறி போயிடுச்சு. ஐயோ, காலு கீழே சுட்டுட்டு இருக்காண்டா. படுத்துறாங்க. அம்மா மறுபடியும் ஸ்டார்ட். இப்ப எல்லாத்துக்கும் சாக்கு.
அவரோட ஒய்ஃப், இது அவரோட wife. உனக்கு இப்போவே வேணா டேய். ஏய் இது வந்து நம்ம ஆமா ஆமா ஐயோ, எனக்கு வலிக்குதுப்பா. ஐயோ சாமி, என்னடா பண்ணி எங்க உள்ளே கார் வந்துருச்சு. തന്നെ പറഞ്ഞ എന്നെ ചെരുപ്പൂരി അടിക്കണം. ആ ഫ്രെഡി വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല. 35 പറഞ്ഞിട്ട് 30 കൊടുത്തു വിട്ടിരിക്കുക. 5 വെറുതെ കളഞ്ഞില്ലേ? അയ്യോ, കിട്ടിയതെങ്കിലും കിട്ടി നിങ്ങൾ കരുതിയാ പോരെ. അത് ശരിയാ, അത്യാഗ്രഹം പാടില്ലല്ലോ. അല്ല തന്റെ കാര്യം എന്തായി? എന്തായിടോ? എന്താവാൻ, കണ്ടു, മിണ്ടി, കെട്ടുറപ്പിച്ചു. നാളെ കാലത്ത് ഇവിടുത്തെ പള്ളിയിൽ വെച്ച് അച്ഛനെ കണ്ട് സംസാരിക്കാൻ പോയിരിക്കുക ഫെലിക്സ്. അപ്പോ നമ്മൾ ഇനി എപ്പോഴേക്കാ കാണുക? താൻ എവിടെ ഉണ്ടാവും എനിക്കറിയില്ല. ഞാനുണ്ടാവും എന്റെ തറവാട്ടില്. എപ്പോഴെങ്കിലും കാണാൻ തോന്നിയാ കെട്ടിയവനെയും കുട്ടികളൊക്കെ വാരിക്കുട്ടി അങ്ങോട്ട് വന്നാ മതി. ഗുഡ് ബൈ. താങ്ക് യു. Hey, SP sir, what a surprise. How are you? എന്തായാലും സാറിനെ കണ്ട നന്നായി. ഇനി ചിലപ്പോ നമ്മൾ നമ്മൾ കണ്ടെന്ന് വരില്ല എന്ന് പറയുമ്പോ സാറ് വിചാരിക്കും ഞാൻ എവിടെന്നെങ്കിലും ചാടി ചാവും പോവന്ന്. അതൊന്നുമല്ല, ഞാൻ മറ്റു പരിപാടിക്ക് നിർത്തി. சரி, இப்போ உங்ககிட்ட நிறைய பணம் இருக்கு, இஷ்டம் போல வாழலாம். அத பத்தி சொன்னப்பதான் ஒரு விஷயம் கேட்கணும். ஒருவேளை உனக்கு தெரியும், இதுக்கு என்ன மதிப்பு இருக்கும்? இப்போ ஈஸ்வரன் உங்களோட தான். அதனாலதான் இப்படி ஒரு பொண்ணு உனக்கு கிடைச்சிருக்கா. அவளோட பெரிய மனசு உன்னை காப்பாத்திச்சு, அவ்வளவுதான். ஓகே, இப்போ இவருக்கு தெரிஞ்சிருச்சு. யாருமே வந்து சொல்லாதீங்கன்னா சொல்லாம இருக்க மாட்டேங்கிறாங்க, எல்லாரும் சொல்லிடுறாங்க. அதானே, சும்மா இருக்குடா, படம் ஃபுல்லா ஒரே கன்ஃபியூஷனா. எனக்கு சிரிச்சு சிரிச்சு இங்கெல்லாம் இதெல்லாம் வலிக்குதுப்பா, சீக்ஸ் எல்லாம். ஆமா, കെട്ടു കഴിഞ്ഞോ? എല്ലാം മുടിഞ്ഞു പോയിട്ടാங்களே. സ്ത്രീധനം കൊണ്ടുവന്നിട്ടുണ്ടോ? താനാരാ? എന്റെ അപ്പനാ? കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി എന്നെ കെട്ടിച്ചയക്കാൻ. ഫെലിക്സ് വരില്ല, വരണ്ടാന്ന് ഞാൻ പറഞ്ഞു. അതെന്താ? ഇല്ലാത്ത സ്നേഹം താൻ എനിക്ക് പണം കൊടുത്ത് വാങ്ങിത്തരാൻ നോക്കിയതല്ലേ. എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടല്ലേ, അതുകൊണ്ടല്ലേ സ്വന്തം ആവശ്യങ്ങളൊക്കെ മറന്ന് இந்த மியூசிக் நான் കാശ് കൊണ്ട് എന്നെ கேட்டிருக்கேன்டா. സന്തോഷിപ്പിക്കാൻ നോക്കിയത്. നന്ദി, തന്റെ വലിയ മനസ്സിന് ഒന്നുകൂടെ നന്ദി. ഞാൻ പോവാ. ഒന്ന് ഇന്നേ, ഞാൻ ജീവിതത്തില് ആദ്യമായിട്ടൊരു സത്യം പറഞ്ഞോട്ടെ. എന്താ? ഞാൻ എന്റെ ഒരു സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഉം. ഒരു വീടൊക്കെ വെച്ച് ഒരു പെണ്ണൊക്കെ കെട്ടി ഐശ്വര്യ റോയെ പോലെ. തന്നെ കണ്ട എനിക്കിപ്പോ ആഹാ. ഐശ്വര്യ പോലെ തോന്നുക. കുഴപ്പമായോ? അയ്യോ, ശരിക്കും പ്രോമിസ്. പ്രോമിസ്. ட்ரெஸ் இஷ்யூஸ். கல்யாணம் முடிஞ்சிருச்சு, காசு கிடைச்சிருச்சு. ஆனா வந்து திலீப் ஏட்டன் படம்னா வந்து இந்த ஒரு டிசப்பாயின்மெண்ட் இருக்கிறது இல்ல. ஃபன்னுன்னா ஃபன்னு தான். படம் ஃபன்னுன்னு அதாவது காமெடி ஜானர்னு சொல்லிட்டாவே ஃபுல் இதா இருக்கு. அவரு இது என்ன மாதிரி காமெடியா இருக்குன்னா, அந்த டாம் அண்ட் ஜெரி ஸ்டைலு அதுவா இருக்கிறதுனால பயங்கர ஃபன்னியா இருக்கு பார்க்கவே. நிறைய ரோலு, நிறைய கேரக்டர்ஸ்லாம் இருக்காங்கல்ல, அது எல்லாமே கொண்டு வந்து லேயர் பண்ணி அந்த டைமிங் ஜோக்ஸு, அப்புறம் அந்த வேர்டே வந்து இப்போ மாலா அந்த மாதிரி வேர்ட்ஸ் எல்லாம் இருக்குல்ல, வேர்ட் பிளே பண்றது. ஸோ இது எல்லாமே வந்து ஒரு காமனான தீமா நான் பார்த்துருக்கேன் எதிர்க்க அவர் வந்ததுல இருந்து. ஆனா ஒரு படத்துலயுமே அது மிஸ்ஸே ஆறதில்ல, எல்லா இதுலயுமே பயங்கரமா ஒர்க் அவுட் ஆகுது. எனக்கு வந்து எங்க ஸ்டார்ட் ஆச்சுன்னா அந்த ஜிப்பு சீட்ல ஸ்டார்ட் ஆச்சுப்பா. அதுல இருந்து சிரிக்க ஆரம்பிச்சவன் தான். கடைசி அந்த கடைசி இதெல்லாம் வந்து அடிச்சுக்கிறாங்க பயங்கரமா இருந்துச்சு. எல்லாருமே ஒவ்வொன்றா வந்து லிங்க் அப் ஆகிறப்ப செம ஃபன்னியா இருந்துச்சு. எனக்கு சிரிச்சு அப்படியே இங்கெல்லாம் வலிக்க ஆரம்பிச்சிச்சு ஒரு பாயிண்ட்டுக்கு மேல. அதுக்கு மேலே நல்லா சிரிக்கவும் முடியல, அந்த அளவுக்கு வலிச்சிருச்சு. அப்படியே காம் டவுன் ஆகிட்டு தலையெல்லாம் வலிக்க ஆரம்பிச்சு சிரிச்சிருச்சு. எனக்கு செம என்டர்டெய்னிங்கா இருந்துச்சு. இதுல சர்ப்ரைசிங் விஷயம் என்னன்னா, இதுல நிறைய சீன்ஸ் வந்து நம்ம ஆளுங்க நிறைய காப்பி வச்சிருக்காங்க. நம்ம குருவியில கொஞ்சம் இதை பார்த்தா குருவியில கொஞ்சம் வச்சிருக்காங்கன்னு நினைக்கிறேன். அப்புறம் அந்த ஷாக்கு சீன் வந்து டேலில. ஆமா ஆமா. அப்புறம் இன்னும் நிறைய இது எடுத்து வச்சிருக்காங்கப்பா நம்மளுதுல, பார்த்தா தான் தெரியுது. எல்லாமே செம ஒர்க் அவுட் ஆயிடுச்சு. அப்புறம் ஹீரோயின் வந்து சூப்பரா கேரக்டர், அவங்களோட பிரசன்ஸே சூப்பரா இருந்துச்சு. அவங்க ஆக்டிங் பயங்கர ஸ்கோப் இருந்துச்சு, நல்லா பண்ணியிருந்தாங்க. இதுல ஃபினாமினலான ஆக்டிங்னா திலீப் ஏட்டனோட ஃபன்னி டைமிங் தான் சொல்லணும். அது வந்து எனக்கு ரொம்ப பிடிச்சிருந்துச்சு. மணிச்சேட்டா வந்து நான் என்ன நிறைய வருவாருன்னு எதிர்பார்த்தேன், கொஞ்சமாக தான் வந்தாரு. ஸோ அது லைட்டாக டிசப்பாயின்மெண்ட். அண்ட் நேற்று வந்து அவருக்கு பர்த்டே.
ஸோ ஒரு ட்ரிபியூட் மாதிரி அவர் இறந்துட்டார் இப்போ, உனக்கு தெரியுமான்னு தெரியல. ம். ஸோ தெரியும் தெரியும். ஸோ ஒரு ட்ரிபியூட் மாதிரி வச்சுக்க வேண்டியது அந்த படம். உனக்கு என்ன தோணுது? எனக்கு வந்து நம்ம ஒரு சில மூவிஸ்லாம் இது மாதிரி நிறைய பண்ணிருக்கலாம், இல்ல இந்த ஜானர்ல நிறைய இருந்திருக்கலாம்னு தோணும்ல. ஃபார் எக்ஸாம்பிள் நம்ம வந்து பஞ்சதந்திரம் பார்த்திருப்போம், அது மாதிரி ஒண்ணுதான் பார்த்திருப்போம். இப்ப எப்ப கேட்டாலும் நமக்கு வந்து பஞ்சதந்திரம்னா ஜாலியா இருக்கும். அப்படி வந்து அந்த ஜானர்ல வந்து அவங்களுக்கு ஐ திங்க் வேட்டம் ஒரு நல்ல ஃபேவரட் மூவி நினைக்கிறேன். ஏன்னா பார்க்கும் பொழுதே தெரியுது எந்த அளவுக்கு கன்ஃபியூஷன், வேர்ட் பிளே, இல்ல வந்துட்டு பாடி லாங்குவேஜ் அது இதுன்னு சொல்லிட்டு எல்லாமே சம பண்ணு. நான் எனக்கு வந்து சிரிச்சு சிரிச்சு அதுக்கு அடுத்து வர காமெடி சீனை பார்க்க முடியல, கண்ணை திறக்க முடியல. அப்புறம் ஒருவேளை அந்த சீனை பார்க்க போறேன்னா அது இன்னும் சிரிப்பு ஜாஸ்தியாகி கண்ணுல தண்ணி வந்து பயங்கர சூப்பரா போச்சு. நான் வந்து எப்படி சொல்றது, ரெக்கார்ட் பண்றா அப்படிலாம் யோசிக்காம கேட்க ஆமா ஜாலியா இருந்துச்சு, சூப்பரா போச்சு. எனக்கு வந்து இந்த தாங்கட்ட இந்த இடம் வலிக்குதுப்பா, அந்த அளவுக்கு சிரிச்சிட்டேன் நானு. பாண்டி படம் கூட காமெடியா இருந்துச்சு, ஜாலியா இருந்துச்சு. இது பண்ணோம், இது நான் ஸ்டாப்பா போய்கிட்டே இருக்கு, இது நிக்காம போகுது. நானும் இப்ப ஆக்சுவலி செகண்ட் எப்படி சொல்றது, இப்ப வேட்டம் தான் ஃபர்ஸ்ட், பாண்டி படம் செகண்ட் போயிடுச்சு என்னோட லிஸ்ட்ல. நான் ஸ்டாப் சாமி, பரவாயில்ல, பயங்கரமா என்ஜாய் பண்ணோம். தேங்க்ஸ் ஃபார் சஜஸ்டிங் தி மூவி. ஏன்னா இந்த மாதிரி இதுல ஜான்ரஸ்லாம் எங்களுக்கு ரொம்ப பிடிச்சிருக்கு. சோ இந்த மாதிரி மூவிஸ் இருந்தாலும் நிறைய சஜஸ்ட் பண்ண கண்டிப்பா பார்க்கலாம். ஹாப்பியா இருக்கு பார்க்கவே. சோ யா, ஆமா, நல்ல ஸ்ட்ரெஸ் பஸ்டர் ஆக்சுவலி, பயங்கர ஸ்ட்ரெஸ் பஸ்டர். சிரிச்சு சிரிச்சு வயிறு வாயெல்லாம் வலிக்குது. ஆமா, யோசிச்சு பாரு, நீயும் நானும் கார்பரேட் ஜாப், ஃப்ரைடே ஈவினிங், இன்னைக்கு வந்து நாங்க ஷூட் பண்றது ஃப்ரைடே ஈவினிங் ஷூட் பண்றோம். சோ எங்களுக்கு வந்து ஒரு வீக்கெண்ட் வைப்ஸ்ல இந்த மாதிரி ஜாலியா பாக்குறப்போ நாங்க வந்து ஒரு ஷூட் பண்றங்கிற ஃபீல் எல்லாம் ஜாலியா பாக்குறோம். சோ ஒரு என்ஜாய்மெண்டா இருக்கு. யா, எனிவேஸ் தேங்க்ஸ் ஃபார் சஜஸ்டிங் தி மூவி. நாங்க பயங்கரமா என்ஜாய் பண்ணோம். உங்களுக்கு இந்த மாதிரி வேற ஏதாச்சும் படம் ரியாக்ட் பண்ணனும்னால கமெண்ட் செக்ஷன்ல சொல்லுங்க, கண்டிப்பா பண்ணலாம். மீண்டும் அடுத்த வீடியோல சந்திப்போம். நன்றி, வணக்கம். பை பை.